വല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവർ, വഅസറുഹു, നബി തങ്ങളെ ബഹുമാനിച്ചവർ, വനസറുഹു, നബി തങ്ങളെ സഹായിച്ചവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അവിടുന്ന് കൊണ്ടുവന്ന ചര്യയോട് പിൻപറ്റിയവർ, ഈ 4 കാര്യം ഉള്ളവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയം വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി തങ്ങളെ ചീത്ത പറയുന്നവരെ നമുക്ക് ഇഷ്ടം വെക്കാതിരിക്കണം. നബി തങ്ങളെ സ്ഥാനം കുറച്ചു കാണിക്കുന്നവനെ നമുക്ക് ഇഷ്ടമില്ലാതിരിക്കണം, അവനോട് നമുക്ക് വെറുപ്പ് വേണം. നബി തങ്ങളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അത് പറയുകയും വേണം. അതോടൊപ്പം വെറും മധുഹും പറഞ്ഞ് മാത്രം നടന്നാൽ പോരാ, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കണം. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, കളവ് പറയരുത്, ചീത്ത പറയരുത്, ഗൈബത്ത് പറയരുത്, രബീബത്ത് പറയരുത്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന എല്ലാ സൽസ്വഭാവങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, അവനാണ് നബി തങ്ങളോടുള്ള പ്രിയം ഉള്ളവൻ. ആ നിലക്ക് പ്രിയം വെക്കുന്നവരായി നമ്മുടെ ഭാവി തലമുറയെ വളർത്തിയെടുക്കണം. അതിനാണ് നമ്മൾ ഈ മദ്രസ ഉണ്ടാക്കിയത്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടാന്നോ, ഇംഗ്ലീഷ് പഠിക്കണ്ടാന്നോ, വേറെ ഭാഷ വേണ്ടാന്നോ, ഇതൊന്നും നമ്മളാരും പറയുന്നില്ല. ഇല്ല എന്നതിന് തെളിവ് മർക്കസ് സഖാഫത്ത് സുന്നിയ തന്നെ നിങ്ങൾക്ക് മതിയല്ലോ. ഇപ്പൊ മർക്കസിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് 22,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തതാണ്, നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ കാണാൻ വരുന്നത് നല്ലതാണ്. 22,000 കുട്ടികൾ മർക്കസിന്റെ മെയിൻ ക്യാമ്പസും കോഴിക്കോടും പൂനൂർ മർക്കസ് ഗാർഡനും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. മർക്കസ് ഗാർഡന്റെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണ സമ്മേളനം 1, 2, 3 തീയതികളിൽ നടക്കുകയാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 3-ാം തീയതി പൊതു സമ്മേളനം ഉണ്ടാകും. സൗകര്യമുള്ള എല്ലാവർക്കും വരാവുന്നതാണ്. വൈകുന്നേരം മാന്യ മുഅ്മിനീങ്ങളെ, 22,000 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. 4,000-ഓളം യതീം കുട്ടികളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ 4,000-ഓളം യതീം കുട്ടികൾ അവിടെ അല്ല, അത് അവരുടെ വീടുകളിലാണ്. ഹോം കെയർ പദ്ധതി അനുസരിച്ച് കാശ്മീർ തൊട്ട് ബംഗാളിലും ഒറീസയിലും ഗുജറാത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യതീമായ കുട്ടികളെ 2 വയസ്സ് മുതൽ 10 വയസ്സിന്റെ ഇടയ്ക്കുള്ള കുട്ടികളെ നാം ഏറ്റെടുത്ത് അവർക്കാവശ്യമായ എല്ലാ കഴിവുകളും ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ്. അവർ ഉമ്മമാരുടെ മടിയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരുടെയോ സഹോദരിമാരുടെയോ മടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ തൗഫീഖാണത്, അല്ലാഹുവിന്റെ സഹായമാണത്, അല്ലാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആണ്. പടച്ചറബ് തൗഫീഖ് ചെയ്യട്ടെ. റഹീം സാഹിബ് പറഞ്ഞത്, ഞാൻ കൊളംബോയിൽ പോയിരുന്നു 2 കൊല്ലം മുമ്പ്. കൊളംബോയിൽ പോയപ്പോ അവിടെ 13 മുതൽ 30 വരെ കൊല്ലങ്ങളായി ജയിലിൽ കിടക്കുന്ന നമ്മളെ കേരളീയക്കാരുണ്ട്, കേരളീയരുണ്ട്. അതിൽ ലത്തീഫ് എന്ന് പറയുന്ന ആളുണ്ട്, അഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ട്, മുഹമ്മദുണ്ട്, രാമനുണ്ട്, ഗോപാലനുണ്ട്, പലരുമുണ്ട്. ഞാനവിടെ ചെന്ന് നടന്നപ്പോ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് ജയിലിൽ നിന്ന് വിളിച്ചു. എന്നെ വിളിച്ച്, ഞങ്ങൾ 30 കൊല്ലമായി ജയിലിൽ കിടക്കുന്നു, എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിച്ചപ്പോ, ഞങ്ങൾ വിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ കടത്തിയതാണ് എന്നവർ പറഞ്ഞു. എന്നാലും 30 കൊല്ലമൊക്കെ ജയിലിലിടണോ മയക്കുമരുന്ന് കടത്തിയതിന്? ഞാൻ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായും ജയിൽ മന്ത്രിയുമായും, ജയിൽ മന്ത്രി കണ്ടു ഒന്നല്ലേ, അയാളുമായി ബന്ധപ്പെട്ട്
നമ്മളിവിടെ സമ്മേളനത്തിലൊക്കെ വന്ന് വേറൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം മുഖേന ബന്ധപ്പെട്ട് ഉച്ചക്ക് ഞങ്ങളൊരു ഭക്ഷണം ഏർപ്പാട് ചെയ്ത് അവിടെ എന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആളുകളൊക്കെ ഒന്ന് വിട്ടയക്കണം, ഇന്ത്യയിലേക്ക് വിട്ടയക്കണം. ഒരിക്കലും വിടാൻ പറ്റൂലെങ്കിൽ ഇന്ത്യനെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് പോരട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ 33 ആളുള്ളതിൽ ഒരു 10 ആളുകൾ മാത്രം കഠിന തെറ്റുള്ളവരെ ഇന്ത്യ ഗവൺമെന്റിന്റെ ജയിലിലേക്ക് വിട്ടുകൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ അവർ വിട്ടയച്ചു. എവിടെ? കൊളംബ് എന്ന് പറഞ്ഞ സ്ഥലല്ലേ, സിലോൺ, അവിടെ. അതുപോലെ നമ്മുടെ നാട്ടിലും 2 തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാ കുറ്റുള്ള ആളുകളെയും വിട്ടയക്കാൻ പറയാനൊന്നും നമുക്ക് പറ്റുകയില്ല, വിടുകയില്ലല്ലോ, ഒരിക്കലും ന്യായവുമല്ല. പക്ഷേ എന്തെല്ലാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ 100ഓളം മൃഗശാലയിലും അറവുശാലയിലൊക്കെ ജോലിയെടുക്കുന്ന ആളിൻ്റെ അടുത്ത് വന്നു. 100 ആൾ. എന്താ? പശുക്കൾക്ക് കുളമ്പ് രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഒരൊറ്റ ഒന്നിനെ ഇറക്കാൻ പാടില്ല എന്ന് തീരുമാനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് 10,000-കണക്കിന് ജോലിക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. മാത്രമല്ല, മത്സ്യത്തിന് വില കൂടി, കോഴിക്ക് വില കൂടി. അടുത്ത ദിവസം കോഴിക്കും കുളമ്പ് രോഗം ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുമ്പോ പിന്നെ എന്തുണ്ടാവും? വലിയ മുതലാളിമാര്, വലിയ കമ്പനി വയനാട്ടിൽ ഇപ്പൊ തുറന്നു കഴിഞ്ഞു. വേറെ കുറെ സ്ഥലത്ത് ഇപ്പൊ കമ്പനി തുറക്കും, എന്നിട്ട് ചത്തത് നമ്മളെ കൊണ്ട് നീട്ടിക്കും. അതിനുള്ള വഴിയാണ്. അല്ലെങ്കിലോ ഗവൺമെന്റിന്റെ കൈവശത്തിൽ എത്ര സംവിധാനങ്ങളുണ്ട് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. എന്നിട്ട് രോഗമുള്ളതിനെ അറക്കാൻ പാടില്ല, അല്ലാത്തതിനെ അറക്കണം, സീല് വെച്ച് കൊടുക്കണം. ഇതിന് ഒന്നായിട്ട് കേരളത്തിൽ ഒരൊറ്റ മൃഗത്തെ അറക്കാൻ പാടില്ല. റബീഉൽ വരികയാണ്, മുസ്ലിമീങ്ങളൊക്കെ ഒരു പക്ഷേ മൗലിദ് കഴിക്കുമ്പോ അർത്താളോ എന്നുള്ള പേടിയും ചിലപ്പോൾ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ പെരുന്നാൾ വരുമ്പോ വഹിയത്ത് അതിനർത്ഥാളുക. അതിന് വേറെ ഒരു വഴി ഉണ്ടാക്കണമെന്ന് തന്നെ ഞാൻ സംശയിക്കുകയാണ്. പണ്ട് പശുവിനെ ഇറക്കാൻ പാടില്ല എന്നിവിടെ ഒരു പ്രധാനമന്ത്രി, പണ്ട് ഏതോ ഒരു പ്രധാനമന്ത്രി തീരെ പശുവിനെ ഇറക്കാൻ പാടില്ല, അത് ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം ഉണ്ടായി. നമ്മൾ സമരം നടത്തിയിട്ട് അതിനെ പൊളിച്ചു കളഞ്ഞതാ. അന്ന് ഞാൻ പ്രസംഗത്തിൽ ചോദിച്ചു, പശുവിനെ ആരാധിക്കപ്പെടുന്നതാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് പശുവിനെ ഇറക്കാൻ പാടില്ല. എന്നാൽ വലിയ അപകടമാണല്ലോ. ഒരാളെ വീട് തീപ്പറ്റിയാൽ ആ വീട്ടിലെ തീ കെടുക്കാൻ പാടില്ല. കാരണം തീയിനെയും ആരാധിക്കുന്നുണ്ട്. ഇവിടെ ആരാധിക്കപ്പെടുന്ന വസ്തുവാണ് തീ. ഇതിന് വെള്ളം ഒഴിച്ചിട്ട് കെടുക്കാൻ പാടില്ലേ? എന്ത് മഹാവിഡിത്തമാണ്! ആരാധിക്കപ്പെടുന്ന പശുവ അങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തരക്കേടില്ല. ആരാധിക്കപ്പെടുന്ന ഒരു പശു അതിനെ അറക്കാതിരുന്നത് കൊണ്ട് കാലാകാലം അത് ഇവിടെ ജീവിക്കുമോ? ഇല്ല. പിന്നെയോ ആരും നോക്കാൻ ആളില്ലാതെ എങ്ങനെ ചാവാടിയായി എവിടെയെങ്കിലും കിടന്നിട്ട് ചത്തുപോവുകയാണ്. അപ്പൊ പശുവിനെ വളർത്താൻ പോലും ആളില്ലാതെയാവുകയല്ലാതെ ഈ ആരാധ്യ വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് പശുവിനെ അറക്കാതിരുന്നത് കൊണ്ട് യാതൊരു ഗുണവും പശുവിനും കിട്ടുന്നില്ല, മനുഷ്യനും കിട്ടുന്നില്ല. ഇതാണ് സത്യം. അങ്ങനെ ചിന്തിക്കാതെ പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. മുസ്ലിം സമുദായത്തിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു കളയാനുള്ള പല വഴികളും ഒളിഞ്ഞും തെളിഞ്ഞും ലോകത്ത് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം വളരെ ഗൗരവമായി ചിന്തിക്കുകയും നാം ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ മദ്രസ ഉണ്ടാക്കിയത്, നമ്മുടെ ദർസുകൾ എല്ലാം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ MLA ക്കും റസാഖ് സാഹിബിനൊക്കെ ഒരുപാട് തിരക്കുണ്ടാവും. നിങ്ങൾ പോയിക്കോളൂ.